അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി ബ്ലോഗാണ് കേട്ടോ. വിനായക ചതുർത്ഥിയായിട്ട് ഞങ്ങൾ ബാബ്സ് ടെമ്പിളിലോട്ട് പോകുവാണ്. അപ്പോൾ ഞാനും നന്ദുവും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേ ഞങ്ങൾ അമ്പലത്തിലെത്തി. മൂത്താൾക്ക് ഇൻറ്റേൺഷിപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൾ വർക്കിങ്ങും കൂടി ആയതുകൊണ്ട് സാറ്റർഡേ സൺഡേ ആണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ അവൾ പോയിരിക്കുകയാണ് ഇൻറ്റേൺഷിപ്പിന്. കാരണം അവൾക്ക് വരാൻ പറ്റിയില്ല. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ബാബ്സ് ടെമ്പിളിൽ വന്നത്. നല്ല ചൂടായതുകൊണ്ട് തന്നെ ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. അവിടെ കാർ പാർക്ക് ചെയ്തിട്ട് നടക്കാനുണ്ട് കുറച്ച് അമ്പലത്തിൻ്റെ അടുത്ത് എത്താനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഷൂ ഒക്കെ വെക്കാനായിട്ട് പോകുവാണ്. അപ്പോൾ എന്താ പറയുക, ജസ്റ്റ് ഒന്ന് തൊഴാൻ മാത്രം പറ്റുള്ളൂ. ഫുള്ളായിട്ട് അങ്ങോട്ട് കറങ്ങി കാണാനോ അങ്ങനെയൊന്നും പറ്റിയില്ല. ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ പറയുക, വിനായക ചതുർത്ഥിയുടെ പ്രോഗ്രാം നടക്കുന്നത് അമ്പലത്തിൻ്റെ തൊട്ടടുത്തൊരു ടെൻറ്റ് പോലെ കെട്ടിയിട്ടുള്ള ആ ഭാഗത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് തൊഴുതിട്ട് നന്ദുവിനൊന്നും തൊഴാൻ പറ്റിയില്ല. നന്ദുവൊക്കെ ഓൾറെഡി ഹോളിൽ കയറിപ്പോയിരുന്നു. അവർക്ക് അവിടെ വരണം എന്ന് പറഞ്ഞിരുന്നു ഓൺ ടൈമിൽ. അപ്പോൾ അത് കാരണം ഞങ്ങൾ രണ്ടുപേരും മാത്രം ഒന്ന് ജസ്റ്റ് മുമ്പിലൊന്ന് അമ്പലത്തിൽ ഉള്ളിൽ കയറി ഒന്ന് തൊഴുത് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോവുക ചെയ്ത കേട്ടോ. അപ്പോൾ നല്ലൊരു പ്രോഗ്രാമായിരുന്നു വിനായക ചതുർത്ഥിക്ക്. ഒരുപാട് എന്താ പറയുക, അവിടെ തന്നെയുള്ള ആൾക്കാരുടെ ഒരുപാട് ഭജൻസ് ഓരോ മണിക്കൂറിലായിരുന്നു ഓരോ ഗ്രൂപ്പ് പാടിക്കൊണ്ടിരുന്നത്. പിന്നെ അടിപൊളിയായിരുന്നു. പിന്നെ അതേപോലെ നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയത്. നമ്മൾ പോയപ്പോൾ തന്നെ ഒരു കൂപ്പൺ തന്നിരുന്നു. പുലാവും അതേപോലെ കിച്ചടിയും പിന്നെ സലാഡ് പിന്നെ ഗുലാബ് ജാമുൻ അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഫുഡായിരുന്നു. വൈകുന്നേരം സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ വിനായക ചതുർത്ഥിയുടെ പ്രോഗ്രാം. അപ്പോൾ ഇവരുടെ 3 o'clock എന്ന് പറഞ്ഞിട്ട് 4 ആയി അവിടെ തുടങ്ങിയപ്പോഴത്തേക്കും. അപ്പോൾ അതേപോലെ ടോയ്ലറ്റ് സൗകര്യങ്ങളും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ. ഞാൻ ഫസ്റ്റ് ടൈമായിരുന്നു പോണത് കൊണ്ട് അന്ന് കല്ലിടലിൽ മാത്രമായിരുന്നു ഞങ്ങൾ പോയിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്താ പറയുക, നല്ല ഭംഗിയുണ്ട്. പക്ഷെ അധികം എനിക്ക് വീഡിയോസോ വിശദമായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി തണുപ്പ് വന്നിട്ട് ഒരിക്കൽ പോയിട്ട് വേണം എല്ലാം ഒന്ന് നന്നായിട്ട് എടുക്കാനൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിനായക ചതുർത്ഥിയുടെ വിശേഷങ്ങൾ. അപ്പോൾ വൈകുന്നേരം അവിടെ എന്താ പറയുക, മഹാരാഷ്ട്രൻസിൻ്റെ ഭജൻസും കൂടി ഞങ്ങൾ കുറച്ച് കേട്ടിട്ടാട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഇതാണ് ഭഗവാനെ വെച്ചിരിക്കുന്ന ഇത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതേപോലെ അവരുടെ ഡാൻസും ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു വൈകുന്നേരം. പക്ഷേ നമ്മൾ അതിനൊന്നും നിന്നിട്ടുണ്ടായില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നന്ദു ഇപ്പോൾ 10th ട്യൂഷനും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ എന്താ പറയുക, കുറച്ച് പഠിത്തത്തിലോട്ടൊക്കെ ഒന്ന് ഇത് ചെയ്യണമല്ലോ 10th ആയതുകൊണ്ട്. അപ്പോൾ അധികം അവിടെ നിൽക്കാൻ പറ്റിയില്ല, രാത്രി ആവുന്നതുകൊണ്ട്. അപ്പോൾ ഇവരുടെ ഭജന കഴിഞ്ഞ് കുറച്ച് മഹാരാഷ്ട്രൻസ് ടീമിൻ്റെ കുറച്ച് ഭജനയും കൂടി കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾക്ക് 1.5 മണിക്കൂർ ദൂരമുണ്ട് അബുദാബിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അവിടെ എത്തണമെങ്കിലും. ഞങ്ങൾ വരാറായ സമയത്തേക്ക് പിന്നെ ക്യൂ ആയിട്ട് തുടങ്ങി കേട്ടോ. ആൾക്കാർ നല്ലതായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു തൊഴാൻ വേണ്ടിയിട്ട്. കാരണം സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ 7th ആയിരുന്നു. അപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ വർക്കിംഗ് ഡേ ഉണ്ട് കുറേ ആൾക്കാർക്ക്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ വിനായക ചതുർത്ഥി വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് കാണാം. ബൈ ബൈ. അപ്പോൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ് കൂടി ഞാനിതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ.